നിളയുടെ പഞ്ചാരമണൽപ്പരപ്പിൽ ത്രികാലങ്ങളെയും ത്രിമൂർത്തികളെയും ത്രിവേണികളെയും സാക്ഷി നിർത്തി കേരളത്തിൻ്റെ പുണ്യപ്രവാഹിനിയായ നിളാനദിക്ക്, നമ്മുടെ ഭാരതപ്പുഴയ്ക്ക് കീർത്തനാലാപങ്ങളുടെയും താളങ്ങളുടെയും ശംഖനാദങ്ങളുടെയും അകമ്പടിയിൽ വാരാണസിയിലെ പണ്ഡിറ്റുകൾ ഭക്തി നിർഭരമായി നിളാരതി ഒഴിയുന്നു. കാശി വിശ്വനാഥൻ്റെയും വിശാലാക്ഷിയുടെയും സന്നിധിയിലൂടെ ഒഴുകുന്ന പവിത്ര നദിയായ ഗംഗയ്ക്ക് നിത്യവും നടക്കുന്ന ആരാധനയിൽ ആരതിയിൽ പങ്കുകൊള്ളാൻ ആകാതെ വരുന്ന ലക്ഷോപലക്ഷം വരുന്ന ഭക്തർക്ക് ആനന്ദമായി അകതാരിൽ നിറയുന്ന അമൃതവർഷമായി 2026 ഫെബ്രുവരി 3 വരെ കേരളത്തിൻ്റെ സ്വന്തം കുംഭമേളയിൽ പങ്കെടുക്കാം. ആയിരക്കണക്കിന് ഭക്തരാണ് ദിവസേന ഈ നദീതീരത്ത് എത്തുന്നത്. മലയാളത്തിൻ്റെ സംസ്കൃതിയെ കലകൾ കൊണ്ട്, സാഹിത്യം കൊണ്ട്, താളമേളങ്ങൾ കൊണ്ട്, ദാഹജലം കൊണ്ട്, ആധ്യാത്മികതയുടെ നിറവിടങ്ങളായ ക്ഷേത്രങ്ങളെ കൊണ്ട്, അപാരതയുടെ അനവധ്യ സൗന്ദര്യം കൊണ്ട്, ഭാഷയുടെ അനിതര സാധാരണമായ സ്പന്ദനം കൊണ്ട് നീർത്താണാലും പറ്റാത്തൊരു നിളാനദി വളർത്തി ഈ തീരത്താണ് നാവാമുകുന്ദൻ്റെ സന്നിധി. ആയിരങ്ങളെത്തി ഭഗവാനെ ഒരു നോക്ക് ദർശിക്കുന്നതും പിതൃപിണ്ഡം സമർപ്പിക്കുന്നതും ഇവിടെയാണ്. കാലാന്തകനായ ശ്രീ മഹാദേവന്റെ മാർക്കണ്ഡേയന്റെ സംരക്ഷണമൂർത്തിയായ കരുണാവാരിധിയുടെ തൃപ്രങ്ങോട് മഹാക്ഷേത്രം ഈ തീരത്താണ്. പുഴയ്ക്ക് അക്കരെയുമുണ്ട് മഹാദേവന്റെയും ബ്രഹ്മദേവന്റെയും ക്ഷേത്രങ്ങൾ. ഇത് ത്രിമൂർത്തി സംഗമഭൂമിയാണ്. നിളയുടെ തീരത്താണ് ചമ്രവട്ടത്ത് അയ്യപ്പക്ഷേത്രം. ആലത്തിയൂരപ്പനായ ശ്രീരാമദേവന്റെയും പേടിസ്വപ്നങ്ങൾ ഒഴിക്കുന്ന ആലത്തിയൂർ ഹനുമാൻ സ്വാമിയുടെയും ക്ഷേത്രം. ശ്രീചക്രപ്രതിഷ്ഠയിൽ ഭഗവാൻ മഹാവിഷ്ണുവും ഭഗവാന്റെ വാഹനമായ ഗരുഡനും വാണരുളുന്ന ഗരുഡൻകാവും ഇവിടെ തന്നെ. മലയാളത്തിന് നിയതമായ അക്ഷരമാലയും ഭാഷയും പകർന്ന ഭാഷാപിതാവിൻ്റെ ഹരിനാമകീർത്തനത്തിൻ്റെയും രാമായണ മഹാഭാരതങ്ങളുടെയും കിളിപ്പാട്ട് ശീലുകൾ പാടിത്തന്ന തുഞ്ചത്താചാര്യൻ്റെ തുഞ്ചൻപറമ്പ് ഇവിടെയാണ്. 1000 സുസംസ്കൃത ശ്ലോകപുഷ്പങ്ങളാൽ ഗുരുവായൂർ മന്ദിരേശനെ പൂജിച്ച് 1000 ആരോഗ്യസൗഖ്യം നേടിയ മേൽപ്പത്തൂരിൻ്റെ നാടും ദേശവും ഇത് തന്നെ. രണ്ടര നൂറ്റാണ്ട് മുമ്പ് വരെ മലപ്പുറം ജില്ലയിലെ തിരുനാവാ മണപ്പുറം വലിയൊരു ആധ്യാത്മിക സംഗമ ഭൂമികയായിരുന്നു. മാഘമാസത്തിൻ്റെ മകംനാളിലെ മഹോത്സവം മാമാങ്കം എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെട്ടു. കാലാന്തരത്തിൽ സാമൂതിരിയുടെ അധികാരശക്തികൾ മാമാങ്കം പിടിച്ചെടുക്കുകയും പിൽക്കാലത്ത് ആയിരങ്ങളുടെ തലകൾ കൊയ്തെറിഞ്ഞ കൊലക്കളമാവുകയും ചെയ്തു ഈ പുണ്യപ്രവാഹിനി തടം. കാലം അതിൻ്റെ ലീലകൾ ആടുമ്പോൾ നിസ്സഹായരായി നിന്നു പോകുന്ന മനുഷ്യരെ, സംസ്കൃതിയെ വീണ്ടും കാലം തന്നെ വീണ്ടെടുക്കുന്നു. 2016 വീണ്ടും തുടക്കം കുറിച്ച മാമാങ്കം ഇക്കുറി കേരളത്തിൻ്റെ കുംഭമേളയായി കൊണ്ടാടപ്പെടുകയാണ്. നിളാതീരത്ത് 1000 മണൽത്തരികൾ പോലെ വന്നു നിറയുന്ന പുരുഷാരം നാവാമുകുന്ദൻ്റെ സന്നിധിയിൽ
നിളയിൽ നിന്ന് ഉയരുന്ന കുളിർക്കാറ്റേറ്റ് നാമം ജപിക്കുന്ന അരയാലിളകളെ പോലെ നാമജപ സഹസ്രം മുഴക്കുന്ന ഭക്തർ നിളയ്ക്ക് കുറുകെ താൽക്കാലിക പാലം കെട്ടി കൊടിതോരണങ്ങളാൽ അലങ്കരിച്ച് അക്കരെ നിളയുടെ സ്വർണവർണ്ണമാർന്ന മണൽപ്പരപ്പിൽ പന്തലുകളും വിധാനങ്ങളും ഒരുക്കി ഹവനങ്ങളും പൂജകളും നടത്തി 7 തേജോപീഠങ്ങളിൽ നിന്നുകൊണ്ട് കാശി വിശ്വനാഥന്റെ സ്വന്തം പണ്ഡിറ്റുകളെത്തി നമ്മുടെ നിലയ്ക്ക് ഈ സംസ്കാരത്തിന്റെ രക്തധമനിക്ക് ആരതികളും ധൂമങ്ങളും പുഷ്പങ്ങളും മന്ത്രോച്ചാരണത്തിന്റെ നിർഭരതയിൽ സമർപ്പിക്കുന്നു. ഹരഹര മഹാദേവ, ബോലോ ഹരി, ബോലോ ഗോവിന്ദ എന്ന് ഉച്ചത്തിലോതി ഭക്തരും ആരതിയിൽ പങ്കാളികളാകുന്നു. ആത്മപുണ്യം തേടി ജീവിത ക്ലേശങ്ങൾക്ക് അറുതി തേടി ആയിരക്കണക്കിന് ഭക്തർ നിളയിൽ ആരതിക്കൊപ്പം സ്നാനം ചെയ്യുന്നു. അനേകം മനുഷ്യർ അശ്രാന്തമായി സേവകരായി പ്രവർത്തിച്ച് ഒരു സംസ്കാരത്തിൻ്റെ വീണ്ടെടുപ്പ് നടത്തുകയാണ്. കഴിയുമെങ്കിൽ ഒന്ന് പോയി വരിക നിളാതീരം വരെ. ഏവർക്കും ഭഗവത് പ്രസാദമുണ്ടാകാൻ പ്രാർത്ഥന.